Hi all, Anu here. Class 10 Biology chapter How Do Organisms Reproduce? ഇതിൻ്റെ 5th lecture ആണിത്. പ്രീവിയസ് ലെക്ചേഴ്സിൽ നമ്മൾ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ സെഷനിൽ നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ലെസണിൽ പറഞ്ഞിരുന്നു ഒരു പോപ്പുലേഷനിൽ ഒരു സ്പീഷീസിൻ്റെ സർവൈവലിന് വേരിയേഷൻസ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. കാരണം അങ്ങനെ വരുന്ന ഒരു വേരിയേഷൻ കാരണം ഒരു അഡ്വേഴ്സ് സിറ്റുവേഷനിൽ ഒരു സ്പീഷീസിന് സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ DNA കോപ്പിയിങ്ങിൽ ഓരോ സമയത്തും ഓരോ പ്രാവശ്യവും DNA കോപ്പിയിങ്ങിൽ നടക്കുമ്പോൾ അവിടെ അതൊരു ബയോകെമിക്കൽ പ്രോസസ്സ് ആയതുകൊണ്ടും 100% ആക്യുറേറ്റ് അല്ലാത്തതുകൊണ്ടും ഒബിയസ്ലി അവിടെ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓരോ സെറ്റ് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുമ്പോഴും പ്രീവിയസ് ജനറേഷൻസിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ആ ഓരോ വേരിയേഷൻസും വീണ്ടും അടുത്ത ജനറേഷൻസിലേക്ക് ഒരു പുതിയ വേരിയേഷൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അങ്ങനെയുള്ള വേരിയേഷൻസോട് കൂടി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞത് ഒരു ഒറ്റ ഇൻഡിവിജ്വൽ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ മാത്രം നടക്കുന്ന വേരിയേഷൻസിൻ്റെ കാര്യം. അങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസിൽ അവർക്ക് അവരുടെ ജനറേഷൻസ് വഴി കിട്ടിയ ആ ഉള്ള വേരിയേഷൻസൊക്കെ ഇൻറ്റേർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ള രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ വേരിയേഷൻസ് കമ്പൈൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു പുതിയ ഓഫ്സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എന്ന് പറയുന്നത് ഒരു നോവൽ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വേരിയേഷൻസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഓർഗാനിസം ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് നമ്മളിനി ഫെർദറായിട്ട് പഠിക്കാൻ പോകുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അതായത് നമുക്ക് രണ്ട് പേരൻസ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പേരൻസിൽ നിന്നും അവർക്ക് രണ്ട് പേരൻസിന് ഓൾറെഡി കിട്ടിയിട്ടുള്ള അവർക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള വേരിയേഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇത് രണ്ടും കൂടെ എഗെയിൻ കമ്പൈൻ ചെയ്ത് കുറേ പുതിയ വേരിയേഷൻസ്, അതായത് ഒരു കുറേ അക്യുമുലേറ്റ് ചെയ്ത ഒരു പുതിയ വേരിയേഷൻസിനെ നമുക്ക് പുതിയ ഓഫ്സ്പ്രിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരം റീപ്രൊഡക്ഷനാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ, അതായത് പുതിയ പുതിയ വേരിയേഷൻസ് കുറേയും കൂടെ റാപ്പിഡായിട്ടും ആൻഡ് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രൈമറി നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു സംശയം നമുക്ക് തോന്നാം. നമ്മൾ പറഞ്ഞു രണ്ട് പേരൻസിൽ നിന്ന് DNA കോപ്പിയിങ് നടന്ന് ഉണ്ടാവുന്ന സെൽസ് ജസ്റ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന പുതിയ ഒരു ഓഫ്സ്പ്രിങ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ രണ്ട് സെറ്റും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് ഈ ഓരോ പർട്ടിക്കുലർ സ്പീഷീസിനും ഫിക്സഡ് ആയിട്ടുള്ള ക്രോമസോം നമ്പറുണ്ട്, അതായത് DNAസിൻ്റെ ഒക്കെ കൃത്യം നമ്പറുണ്ട്. അപ്പോൾ ഈ രണ്ട് സെറ്റ് DNAs ആഡ് ചെയ്യുമ്പം നമ്മളുടെ ആ ഒരു DNA കണ്ടന്റ് എന്ന് പറയുന്നത് ഡബിളായി പോകത്തില്ലേ. അതായത് നമ്മൾ പേരൻറ്റ് 1-ൽ നിന്നുള്ള സെല്ലുലാർ അപ്പാരറ്റസും DNAയും പേരൻറ്റ് 2-ൽ നിന്നുള്ള സെല്ലുലാർ അപ്പാരറ്റസും DNAയും കൂടെ വരുമ്പോൾ ഡബിൾ ദ എമൗണ്ട് ആയി പോകും അല്ലേ. ഇതാണ് ഇനി അടുത്ത കേസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഹയർ ലെവൽ ഓർഗാനിസങ്ങളിലേക്ക് പോകും തോറും സെല്ലുലാർ ലെവൽ കഴിഞ്ഞിട്ട് ടിഷ്യൂ ലെവൽ കഴിഞ്ഞിട്ട് ഓർഗൻ ലെവൽ കഴിഞ്ഞ് ഓർഗൻ സിസ്റ്റം ലെവൽ ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹയർ ലെവൽ ഓർഗാനിസങ്ങളിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസും ആ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ടാകാനായിട്ട് സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് ഓർഗൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ സ്പെഷ്യലൈസ്ഡ് സെൽസ് വഴിയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ ആ ഒരു DNA കണ്ടന്റ് ഡബിൾ ആകുന്ന ആ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോൺ റീപ്രൊഡക്റ്റീവ് സെൽസിലുള്ള DNA കണ്ടന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാഫ് ദ എമൗണ്ട് DNA ഉണ്ടാകുന്ന സ്പെഷ്യൽ സെൽസ് ഉണ്ട്. ആ സെൽസ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗൻസിലാണ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഓർഗൻസിനെയാണ് നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ആ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഉണ്ടാകുന്ന ഹാഫ് ദ നമ്പർ ഓഫ് DNAs ഉള്ള ആ സെൽസിനെ നമ്മൾ ജേം സെൽസ് എന്ന് വിളിക്കും, ഗ്യാമീറ്റ് സെൽസ് എന്ന് വിളിക്കും, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സെൽസ് എന്നൊക്കെ വിളിക്കും. ഈ ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള ഈ ജേം സെൽസ് നമ്മളുടെ ഒരു ഓർഗാനിസത്തിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് ലോവർ ലെവൽ ഓർഗാനിസത്തിലൊക്കെ പേരൻറ്റ് 1-ലും പേരൻറ്റ് 2-ലും ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ജേം സെൽസ് ആയിരിക്കാം. പക്ഷേ ഈ ഓർഗാനിസംസിൻ്റെ ഹയർ ലെവലിലേക്ക് പോകും തോറും യൂഷ്വലി പേരൻറ്റ് 1 ആൻഡ് പേരൻറ്റ് 2, അതായത് മെയിലും ഫീമെയിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ മെയിൽ ഗ്യാമീറ്റ് സെൽസും ഫീമെയിൽ ഗ്യാമീറ്റ് സെൽസും ചിലപ്പോൾ
യൂഷ്വലി അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം ചെറുതായിരിക്കും, കമ്പാരിറ്റീവ്ലി സ്മോളർ ഇൻ സൈസ് ആയിരിക്കും, ആൻഡ് അഗെയിൻ അത് മുട്ടയിലായിരിക്കും. അതായത് അതിന് മൂവ് ചെയ്യാൻ പറ്റും. യൂഷ്വലി അത് മെയിൽ ഗാമീറ്റ് സെൽസ് ആണ്. അതേസമയം ഫീമെയിൽ ഗാമീറ്റ് സെൽസ് യൂഷ്വലി ലാർജർ ഇൻ സൈസ് ആയിരിക്കും. അതായത് അതിനുള്ളിലായിരിക്കും നമ്മുടെ ഫുഡ് സ്റ്റോറേജ് ഒക്കെ യൂഷ്വലി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മെയിൽ ഗാമീറ്റ് സെൽസിൻ്റെ, ഹ്യൂമൻസിൻ്റെ കേസിൽ മെയിൽ ഗാമീറ്റ് സെൽസിനെ നമ്മൾ സ്പേംസ് എന്ന് വിളിക്കും, ആൻഡ് ഫീമെയിൽസിൻ്റെ കേസിൽ ഹ്യൂമൻ ബീങ്സിൽ ഓവം എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? ദ മോസ്റ്റ് ഇവോൾവ്ഡ് ഫോം ഓഫ് റീപ്രൊഡക്ഷൻ ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ആൻഡ് അഗെയിൻ 2 സെറ്റ് ഓഫ് പേരൻസ്, നമ്മൾ ഫീമെയിലും മെയിലും യൂഷ്വലി ഇൻവോൾവ് ആവുന്നുണ്ട്. ഈ മെയിൽ ഗാമീറ്റ് സെൽസും ഫീമെയിൽ ഗാമീറ്റ് സെല്ലും കൂടെ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സെൽസും കൂടെ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാകുന്ന അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ, ഈ 2 ഗാമീറ്റ് സെൽസും അൺപെയർഡ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഫിക്സഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആവും. ആ ഫ്യൂസ് ചെയ്യുന്ന ആ ഫസ്റ്റ് സെല്ലിൽ നമ്മൾ സൈഗോട്ട് എന്ന് വിളിക്കും. ആൻഡ് അഗൈൻ ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സെൽ ഡിവിഷനൊക്കെ നടന്ന് ഒരു പുതിയ ഓർഗാനിസമായിട്ട് ആ ഒരു ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ ഉണ്ടാവും. നിങ്ങൾക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണെന്നും എന്താണ് അതിൻ്റെ ആവശ്യകതയെന്നും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ലെസൺസിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസും പഠിക്കാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.